ഇന്നൊരു ട്രിപ്പ് പോകണം കേട്ടോ. ട്രിപ്പ് പറഞ്ഞാൽ ലോങ് ട്രിപ്പാണ് കേട്ടോ. പാലക്കാട്ട് നിന്ന് വാഗമൺ വരെ. അത് സ്കൂട്ടറിലൊരു റൈഡ്. പാലക്കാട്ട് നിന്ന് വാഗമണ്ണിക്ക് 205 കിലോമീറ്ററിന് മേലുണ്ട്. അതായത് പോകുന്ന റൂട്ട് കൊണ്ട് പാലക്കാട്, തൃശ്ശൂർ, ചാലക്കുടി, അങ്കമാലി, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, തൊടുപുഴ വഴി അങ്ങനെ വാഗമണ്ണ്. എത്ര മണിക്ക് എത്തുമെന്ന് അറിയില്ല. 5 മണിക്ക് വൈകിട്ട് പുറപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ടൂ വീലറിൽ ഇത്രയും വലിയ ലോങ് റൈഡ് അടിക്കുന്നത്. അങ്ങനെ പാലക്കാട്ട് നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അങ്കമാലിയിലെ വണ്ടി നിർത്തിയത്. ഇനി ഇവിടുന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് പോകാൻ വെച്ചു. എത്ര മണിക്ക് വാഗമൺ എത്തുമെന്ന് അറിയില്ല. പറ്റി പറഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്തിട്ട് വേണം പോകാൻ. അങ്ങനെ മൂവാറ്റുപുഴ എത്തിയപ്പോൾ അവിടെ സ്റ്റേ ചെയ്തു. ഇനി ഇവിടുന്ന് നന്നായി ഒന്ന് ഉറങ്ങിയിട്ട് ക്ഷീണമൊക്കെ മാറ്റിയിട്ട് രാവിലെ ഇവിടുന്ന് പോകാം. ഇനി ഇവിടുന്ന് 68 കിലോമീറ്റർ എന്തേ വാഗമണ്ണിലേക്ക്. ഇതാണ് റൂം. TV കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്ത് വന്നു. മൂവാറ്റുപുഴ ടൗണിൽ നല്ല ഭക്ഷണം, കുഴപ്പമൊന്നുമില്ല, കഴിച്ചു. എവിടേക്കെങ്കിലും ട്രിപ്പ് പോകുമ്പോൾ സമയത്തിനൊന്നും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ തന്നെ സമയം ഒരുപാട് വയ്ക്കും. 11 മണി മൂവാറ്റുപുഴ എത്തുമ്പോൾ തന്നെ അപ്പോഴാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഗൂഗിൾ മാപ്പ് ഇട്ട് വന്നിട്ട് ഗൂഗിൾ മാപ്പ് ചോദിച്ചു, അതുകൊണ്ട് അത്ര വൈകിയത് ഇവിടെ തന്നെ, അല്ലെങ്കിൽ എപ്പോഴും ഇവിടെ എത്തിയിട്ടുണ്ടാവും. അങ്ങനെ രാവിലെ എണീറ്റ് ഒരു കുളിയൊക്കെ പാസ്സാക്കി. ഇനി ഇവിടെ നേരെ വിടണം വാഗമണ്ണിലേക്ക്. ഇവിടുന്ന് 68 കിലോമീറ്റർ ഉണ്ട്. ഇവിടെയാണ് ഇന്നലെ രാത്രി സ്റ്റേ ചെയ്ത്. ഗ്രാൻഡ് ടൂറിസ്റ്റ് ഹോം മൂവാറ്റുപുഴ ടൗണിൽ തന്നെയാണ്. നല്ല സൗകര്യങ്ങളും കാര്യങ്ങളും നല്ല വൃത്തിയും വെടുപ്പൊക്കെ ഉണ്ട്, കുഴപ്പമില്ല എന്തായാലും. സമയം രാവിലെ 8 മണിയായി. ഇപ്പോൾ പുറപ്പെട്ടാൽ ഒരു 11 മണി മുതൽ വാഗമൺ എത്താൻ പറ്റുള്ളൂ. ഫുൾ ഹൈ റേഞ്ചാണ്, അതുകൊണ്ട് മെല്ലെ പോകാനേ പറ്റുള്ളൂ, സ്പീഡ് പോകാൻ പറ്റില്ല. ശരി, രാവിലെ കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ട് ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടി. ഇത് തൊടുപുഴയിലാണ് ഹോട്ടൽ. ഇനി ഇവിടുന്ന് 40 കിലോമീറ്ററിന് അടുത്തുണ്ട് വാഗമണ്ണിലേക്ക്. ഞാൻ 2 പൊറാട്ടയും മുട്ടക്കറിയും വാങ്ങി കഴിച്ചു. 2 പൊറാട്ട കഴിച്ചപ്പോൾ തന്നെ വയറ് നിറഞ്ഞു. അത്യാവശ്യം വലിയ പൊറാട്ട. പിന്നെ ഒരു ലൈറ്റ് ചായയും കുടിച്ചു. ഇനി ഇവിടുന്നാണ് വാഗമണ്ണിലേക്കുള്ള വഴി. ഫുൾ ഹൈ റേഞ്ചാണ്, ഫുൾ ഹിൽസ് ഏരിയ. ഈ ഹിൽസ് ഏരിയ കയറിയിട്ടാണ് വാഗമണ്ണിലെത്താൻ. ഇവിടുത്തെ ക്ലൈമറ്റ് ഒരു പ്രത്യേകതരം ക്ലൈമറ്റ്. നല്ല വെയിലടിക്കുന്നുണ്ട്. ആ വെയിലത്ത് ചൂടറിയില്ല, നല്ലൊരു തണുപ്പാണ് അടിക്കുന്നത്. അങ്ങനെ വാഗമണ്ണിലെത്തി. ഫസ്റ്റ് പോയത് മെഡോസ്ക്കാണ്. ഇതിനെ മൊട്ടക്കൊന്നും പറയും. റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ടാണ് നല്ല തിരക്കുന്നത്. അങ്ങനെ മെഡോസ് കയറിയിട്ട് ഫുള്ളായിട്ടൊന്ന് കറങ്ങി. നല്ല സ്ഥലം കേട്ടോ, അടിപൊളി സ്ഥലം. ഇതുകൊണ്ട് സിപ്പ് ലൈൻ പറയും. ഇതൊരു ആക്ടിവിറ്റീസാണ്. ഇവിടുന്ന് ഇത് കയറിയിട്ട് നേരെ അവിടെ കൊണ്ട് ഇറക്കി വിടും. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരണം, അതാണ് വല്ലാത്തൊരു ടഫ്. മെഡോസ് എന്ന് ഇറങ്ങിയിട്ട് രണ്ടാമത് പോയത് നേരെ അഡ്വഞ്ചർ പാർക്കിലേക്കാണ്. അഡ്വഞ്ചർ പാർക്കിലായിട്ട് നേരെ ഫ്ലവർ ഗാർഡൻ കാണാൻ പോയി. ഫ്ലവർ ഗാർഡനിൽ ഈ പൂവൊക്കെ ഒറിജിനൽ ആട്ടോ, ഒന്നും ഡ്യൂപ്ലിക്കേറ്റ് അല്ല. അതുകൊണ്ട് ഇവിടെ ഒരു ഫൈൻ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു പൂ പറിച്ച് 500 രൂപ ഫൈൻ അത്ര, അങ്ങനെയൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ടൊന്ന് കറങ്ങി. ഇവിടെ ഒരുപാട് സംഭവങ്ങൾ കേട്ടോ കാണാനും. പിന്നെ മെയിനായിട്ട് ഫോട്ടോഷൂട്ട് എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ്. വീഡിയോ ഷൂട്ട്, ഫോട്ടോഷൂട്ടൊക്കെ പറ്റിയ സ്ഥലങ്ങളാണ്. അത്രയും സൂപ്പറായിട്ട് കാണാൻ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് അഡ്വഞ്ചർ പാർക്കിൻ്റെ ഉള്ളിലേക്കാണ്. അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഞാൻ വാഗമണ്ണിക്ക് വന്നതിന് മെയിനായിട്ട് ആ ഗ്ലാസ് ബ്രിഡ്ജിലൊന്ന് കയറാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ആ ഗ്ലാസ് ബ്രിഡ്ജ് എന്താ ടെമ്പററായിട്ട് ഒരു ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ കാണുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. ഇതെന്താ സംഭവം എന്നല്ല, ക്ലോസ് ആക്കി വെച്ചിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ആരും ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ വേണ്ടി ഇങ്ങോട്ട് വരണ്ട. പിന്നെ അഡ്വഞ്ചർ പാർക്ക് നേരെ ഞാൻ പൈൻ ഫോറസ്റ്റ് പോയി. ആ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ തന്നെ ഒരുപാട് വൈകി. പിന്നെ 6 മണിയാകുമ്പോഴേ പെരുമ്പാവൂർ എത്തി. ഉച്ചയ്ക്ക് ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നേരെ പെരുമ്പാവൂർ TNT പോയിട്ട് ഷവർമ കഴിച്ചു. ഇത് കഴിച്ചിട്ട് നേരെ പാലക്കാട്ടിലേക്കാണ്. പാലക്കാട്ടേക്ക് ഇവിടെ 100 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഓക്കെ, ശരി, മറ്റൊരു വീഡിയോ പിന്നെ കാണാം.